ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും മനസാ സ്മരിച്ചുകൊണ്ട് അവരിൽ നിലകൊള്ളുന്ന മഹത് ചൈതന്യത്തെ മനസാ സ്മരിച്ചുകൊണ്ട് എല്ലാവരെയും സ്മരിച്ചുകൊണ്ട്, നാടിനെ സ്മരിച്ചുകൊണ്ട്, കുടുംബത്തെ സ്മരിച്ചുകൊണ്ട്, വീടിനെ സ്മരിച്ചുകൊണ്ട്, നാടിനെയും നഗരത്തെയും സ്മരിച്ചുകൊണ്ട്, വീടിനെയും കുടുംബത്തെയും സ്മരിച്ചുകൊണ്ട്, നല്ലതിനെയും നല്ലതായിട്ടുള്ള എന്തിനേയും സ്മരിച്ചുകൊണ്ട്, ജീവിച്ചിരിക്കുന്നവരെയും പോയവരെയും സ്മരിച്ചുകൊണ്ട്, വരാനിരിക്കുന്നവരെയും സ്മരിച്ചുകൊണ്ട്, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സ്മരിച്ചുകൊണ്ട്, സമാധാനത്തെയും സ്നേഹത്തെയും സ്മരിച്ചുകൊണ്ട്, കരുണയെയും കാരുണ്യത്തെയും സ്മരിച്ചുകൊണ്ട്, ധർമ്മത്തെയും സത്യത്തെയും സ്മരിച്ചുകൊണ്ട്, ഏവർക്കും നമസ്കാരം, പ്രണാമം. എന്തു പറഞ്ഞാലാണോ ഏതു പറഞ്ഞാലാണോ ഗുണപ്രദമാവുക? കാണാൻ കണ്ണിന് ഭംഗിയുള്ളതും കേൾക്കാൻ കാതിന് ഭംഗിയുള്ളതും ഗന്ധമായി മൂക്കിന് സുഗന്ധമുള്ളതും ആണ് ഏവരും ഇഷ്ടപ്പെടുന്നതും. ആയതിനെ തേടുന്നവരാണ് എല്ലാവരും. കണ്ണിന് കാണാൻ ശരീരത്തിന് ആവശ്യമെന്താണോ അതുമാത്രമാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ചിന്ത. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സുഖങ്ങളെ തേടുമ്പോൾ ആത്മാവിന് ഏതെങ്കിലും തരത്തിലുള്ള സുഖം കിട്ടുന്നുണ്ടോ? ശാന്തി ഉണ്ടോ? സമാധാനമുണ്ടോ? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളെയും വാക്കുകളെയും ബന്ധങ്ങളെയും കുറിച്ച് മാത്രമാണെങ്കിൽ അത് ആത്മാവിന് യാതൊരു തരത്തിലുള്ള ഗുണവും ചെയ്യുന്നില്ല. അപ്രകാരം മുന്നോട്ട് പോയാൽ വീണ്ടും നമ്മൾ തിരിച്ചു വരും. വീണ്ടും നമ്മൾ കഷ്ടതകളും വിഷമതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് വീണ്ടും ഈ മണ്ണിൽ വീണ്ടും വരേണ്ടതായിട്ടുണ്ട്. വരേണ്ടവരാണെന്നറിയണം. ഇന്ന് തന്നെ വലിച്ചെറിയണം. ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും വേണ്ടാത്തത് എന്തൊക്കെയാണോ, ഏത് മതത്തിൽപ്പെട്ടവരായാലും സംസ്കാരത്തിൽപ്പെട്ടതായാലും അയവരേവരും മാനുഷിക മൂല്യങ്ങളാണ് എൻ്റെ ലക്ഷ്യമെന്നും അതിലൂടെ ഞാൻ വളരണമെന്നും എൻ്റെ മക്കൾ വളരണമെന്നും എൻ്റെ കുടുംബം വളരണമെന്നും ഉയരണമെന്നും ചിന്തിച്ചുകൊണ്ട് അശുദ്ധമായിട്ടുള്ള എന്തെല്ലാം തരത്തിലുള്ള ആരാധനകളും പ്രവർത്തനങ്ങളും പ്രവൃത്തികളുമാണ്, അലങ്കാരങ്ങളും ചമയങ്ങളും വർണ്ണങ്ങളുമാണ്, ഒരുക്കങ്ങളുമാണ്, അതിനെല്ലാം വിട്ടുപോരേണ്ടതായിട്ടുണ്ട്. ആരുടെയും മതത്തെയോ സംസ്കാരത്തെയോ വെല്ലുവിളിക്കുന്നവനല്ല ഞാൻ. ആയതിനു വേണ്ടി വർത്തിക്കുന്നവനല്ല ഞാൻ. മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യർ മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധത്തോടു കൂടി വളരുകയും ഉയരുകയും വേണം. ആയതിനായിക്കൊണ്ട് വർണ്ണിക്കുന്നു, വിവരിക്കുന്നു, ചമയിക്കുന്നു. അലങ്കാരങ്ങളും ആയതിനു വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരുടെയും കുടുംബങ്ങളിൽ ശാന്തി വേണം, സമാധാനം വേണം. എല്ലായിടങ്ങളിലും ധാർമ്മികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം, സഹായഹസ്തങ്ങൾ വേണം. മനസ്സിനെ വിഷമിപ്പിക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളിലോ ജോലികളിലോ അപ്രകാരമുള്ളൊരവസ്ഥ കൂടാതെ കണ്ടപ്പോഴും മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന, നല്ലൊരു ഉണർവ് കിട്ടുന്ന, നല്ലൊരു ആശ്വാസം പകരുന്ന കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ശീലിക്കണം.
എന്തു മേഖലയായാലും ഏത് മേഖലയായാലും സത്യം എവിടെയുണ്ടോ അവിടെ ശാന്തിയുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ ഈശ്വരൻ്റെ ചൈതന്യമുണ്ട്. ഈശ്വരനെ ആയതിലൂടെ നമുക്ക് ദർശിക്കാനായിക്കൊണ്ട് സാധിക്കും. കർമ്മം പഴിക്കുമ്പോൾ ഗർവവും പിന്നീടുണ്ടാവുക. ആ ഗർവിൽ നിന്നും ഒരുപാട് ദുർഗുണങ്ങളെ ലഭിക്കുകയുള്ളൂ. ആയതിലൂടെ നമ്മൾ ഒരുപാട് കഷ്ടതകളോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ സമ്പാദിക്കുകയും ചെയ്യും എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം ഏവരും. ഇപ്രകാരമെല്ലാം പറഞ്ഞു വരുന്നത് അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വാക്കുകളാണെന്ന് അറിയണം. അറിഞ്ഞ് പലരും വാഴുന്നുണ്ടാവാം. അപ്പോൾ എൻ്റെ വാക്കുകൾ ശ്രവിക്കാനിട വന്നാൽ അവരിൽ വാക്കുകൾ വൈരുദ്ധ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് കുറ്റം പറയുവാനായിക്കൊണ്ട് ശ്രമിക്കരുത്. ഒരറിവില്ലാത്തവനാണ്. വിദ്യാഭ്യാസപരമായും എനിക്കറിവുണ്ടായിട്ടില്ല. ആത്മീയപരമായി അറിവുണ്ടായിട്ടില്ല. ഭൗതികപരമായി അറിവുണ്ടായിട്ടില്ല. ആ അറിവില്ലായ്മയിൽ നിന്നാണ് ഇപ്രകാരമുള്ള വാക്കുകൾ വരുന്നത് എങ്കിൽ അതറിവില്ലാത്തവർക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഈ അറിവില്ലായ്മകളെല്ലാം ഈശ്വര സമക്ഷത്തിങ്കിലേക്ക് എത്തും എന്നുള്ള ഒരു സമർപ്പണ ഭാവത്തോടു കൂടി പറയുന്നു, കേൾപ്പിക്കുന്നു. കേൾക്കുന്നവരെല്ലാം മുക്തരാകട്ടെ, ആയവർക്ക് മുക്തി കിട്ടട്ടെ. എന്തിൽ നിന്നും ഏതിൽ നിന്നും ഞാനെന്നുള്ള ഭാവം അകലെ കളഞ്ഞ് നമ്മളായി നിലകൊള്ളുന്നൊരവസ്ഥയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. കേൾക്കുവാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, കാണുവാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് നല്ലതാണെങ്കിൽ അത് കുറച്ച് കേൾക്കുവാനേ നമുക്ക് അവസരമുണ്ടാവുകയുള്ളൂ. കാണുവാൻ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ നല്ലതാണ് കാണേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ അത് നല്ലത് കുറച്ച് കാണുവാനായിക്കൊണ്ട് സാധിക്കും. നല്ലതല്ലാത്തത് കാണുവാനായിക്കൊണ്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലതല്ലാത്തത് കാണുവാനായിക്കൊണ്ട് നമുക്ക് ഒരുപാട് കാണുവാനായിക്കൊണ്ട് നമുക്ക് സാധിക്കുന്നു. കാലം അങ്ങനെയായിപ്പോയി. എല്ലായിടത്തും വേണ്ടാത്തതായിട്ടുള്ള വർണ്ണനകളും അലങ്കാരങ്ങളും ചമയങ്ങളും ഒരുക്കങ്ങളുമാണെന്നറിയണം. നല്ലതിൻ്റെ ഒരുക്കങ്ങളും ചമയങ്ങളും വർണ്ണനകളും പരിമിതമായിട്ടുള്ള സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും മാത്രമേ മനുഷ്യരിലും നിലകൊള്ളുന്നു എന്നറിയണം. അറിഞ്ഞ് മുന്നോട്ട് പോകണം. അറിഞ്ഞ് മുന്നോട്ട് പോവുകയും ആയതിൻ്റെ കൂടെ അറിഞ്ഞത് അറിയിച്ചു കൊണ്ടും മുന്നോട്ട് പോകണം. അറിവെന്നാൽ വാദിക്കുവാനോ ജയിക്കുവാനോ ഉള്ളതല്ലെന്നറിയണം. അറിവെന്നാൽ അറിയുവാനും അറിയിക്കുവാനും ഉള്ളതാണെന്നറിയണം. ആയതിലൂടെ മുന്നോട്ട് പോകണം ഏവരും. അറിവില്ലാത്തവർക്ക് അറിവ് കൊടുക്കുന്നവർ
അറിവ് കൊടുക്കുന്നു എങ്കിൽ അതറിയുവാനായിക്കൊണ്ട് അറിവില്ലാത്തവരുടെ അവകാശമാണെന്ന് അതറിയണം. അത് അറിവുള്ളവരുടെ അവകാശമാണെന്ന് അറിയരുത്. അവരറിയുന്നത് അവരുടെ അവകാശമാണ് അവരറിയുന്നത്. ഒരു മനുഷ്യൻ എന്നുള്ള തലത്തിലെത്തപ്പെട്ടാൽ ആ മനുഷ്യൻ എന്തു പറയുന്നു, മറ്റുള്ളവർക്കായിക്കൊണ്ട് എന്തറിവ് നൽകുന്നു, ആ അറിവുകൾ അവർക്ക് കൊടുക്കുവാൻ അവകാശപ്പെട്ടവൻ മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞവൻ കൊടുക്കുന്നത് അവന് കിട്ടേണ്ടതാണ്. അതവൻ്റെ അവകാശമാണ്, അല്ലാതെ തിരിച്ചറിഞ്ഞവൻ്റെ അവകാശമല്ല. അങ്ങനെ അതൊരവകാശമായി കാണുമ്പോൾ അതൊരു കച്ചവട താല്പര്യത്തോട് കൂടിയിട്ട് ഉയർക്കൊള്ളും. എല്ലാറ്റിലും കൊടുക്കുന്നതിന് പ്രതിഫലം കിട്ടേണ്ടതായിട്ടും കൊടുക്കേണ്ടതായിട്ടും വരും. അതാ മനുഷ്യൻ്റെ കർത്തവ്യമാണ്. ഒരു മനുഷ്യൻ എന്നാൽ അറിയുക എന്നുള്ളതും അറിയിക്കുക എന്നുള്ളതും അത് ധാർമ്മികപരമായിട്ട് അവനിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യമാണ്. അത് കൊടുക്കേണ്ടത് അറിവില്ലാത്തവർക്ക് അതവരുടെ അവകാശമാണ്. അത് കൊടുത്തേ തീരൂ. കൊടുത്തത് ഒട്ടും കുറയാതെ കണ്ട് അത് വളർന്ന് ഒരുപാടായി മാറുന്നു. കൊടുക്കുന്തോറും വർദ്ധിച്ചു വരുന്നു. എവിടെയും ഒരു കാരുണ്യമുള്ളൊരു മനസ്സിനുടമയായി തീരുന്ന ഒരു സന്ദർഭം എവിടെയും വേണ്ടതായിട്ടുണ്ട്. നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും നല്ല വാക്കുകൾ കൊണ്ടും നല്ല കൂട്ടുകെട്ടുകൾ കൊണ്ടും നല്ലതായിട്ടുള്ള സഹകരണത്തിലൂടെ നമ്മളെല്ലാ മേഖലകളിലും ധർമ്മനിഷ്ഠയോട് കൂടിയിട്ടുള്ള പ്രവർത്തികളും വേണ്ടതാകുന്നു. കൂട്ടായ്മ വേണ്ടതാകുന്നു. നാടൊട്ടുക്കും അപ്രകാരമുള്ള സംവിധാനങ്ങളോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. അടിഞ്ഞു കിടക്കുന്ന ഒരുപാട് ജനസമൂഹം നാട്ടിലുണ്ടെന്നറിയണം. എന്തെന്നും ഏതൊന്നും അറിയാതെ കണ്ട് അവർ ആയതിൽ നിന്നുകൊണ്ട് തളർന്ന് കിടക്കുന്നവരാണെന്നറിയണം. ആയവരെ പുച്ഛിക്കുവാനോ പരിഹസിക്കുവാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അവർക്ക് നല്ല കരുത്ത് പകരുവാനായിക്കൊണ്ടുള്ള വാക്കുകളും സഹായഹസ്തങ്ങൾ കൊണ്ടും അവരെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കണം. അവരിൽ ആനന്ദമുണ്ടാവണം നമ്മുടെ ഇടപെടൽ കൊണ്ട്. ആയത് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ഒട്ടുമില്ലാതെ കണ്ട് മുന്നോട്ട് പോകണം. ഇപ്രകാരം തോന്നിയാലും പിഴവുണ്ടായി എന്ന് മനസ്സിലാക്കണം. തന്നാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് താൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അതവൻ്റെ കർത്തവ്യമാണെന്നും ആ കർത്തവ്യത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നും നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കണം. ചെയ്യുന്നെന്ത് പ്രവൃത്തികളും നന്മയിലൂടെ ചെയ്യുന്നെന്ത് പ്രവൃത്തികളും ഏത് സമയത്തും ഏത് ദിനങ്ങളിലും ചെയ്യാവുന്നതാണ്. അതിനൊരു മുഹൂർത്തമോ ഗണികകളോ നോക്കേണ്ടതില്ല എന്ന് പറയുന്നു. എന്ത് എപ്പോൾ ആര് ചെയ്യുന്നുവോ അവരറിയാതെ അവരിലൂടെ ഞാൻ വിരാജിക്കുന്നു എന്ന് പറയുന്നു. സ്നേഹമാണ് എൻ്റെ കൂട്, സ്നേഹമാണ് എൻ്റെ വീട്,
സ്നേഹമയമാണ് എൻ്റെ ജീവിതം എന്നറിയണം. അറിഞ്ഞ് ആചരണങ്ങളിലൂടെ മുന്നോട്ട് പോകണം. നമ്മളറിഞ്ഞോ അറിയാതെയോ ആരെയും ഏതെങ്കിലും തരത്തിലുള്ളൊരു വിഷമങ്ങൾക്ക് കാരണക്കാരനായി മാറരുത്. അത് വിഷമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറും. ഞാനെന്നുള്ള ഭാഗം അകലെ കളഞ്ഞുകൊണ്ട് നമ്മളായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് വരണം. ഞാനും നീയും എല്ലാം ഒന്നാണ്, നമ്മളാണ്. ഞാൻ തന്നെ അവരിൽ നിലകൊള്ളുന്നതും അവർ തന്നെ എന്നിൽ നിലകൊള്ളുന്നതും എന്നറിയണം. അവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള വാക്കുകൾ പറയേണ്ടതായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള വാക്കുകൾ എന്നാൽ നിങ്ങൾ അത്രത്തോളം ഉയരാത്തവരായതുകൊണ്ട് പറയുന്ന വാക്കുകൾ അതിരുപാട് കടന്നു കയറി ചിന്തിച്ചതാണെന്ന് കരുതേണ്ടതില്ല. ഞാനും പ്രകൃതിയും ഒന്നു തന്നെ, ഞാനും പ്രപഞ്ചവും ഒന്നു തന്നെ. അത് ഒന്ന് തന്നെയാണ്. എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്. ഞങ്ങൾക്ക് മുമ്പിലിവിടെ വ്യത്യസ്തത. മുമ്പ് ഞാൻ എൻ്റെ അച്ഛനിലും എൻ്റെ അമ്മയിലും ഉണ്ടായിരുന്നു. ആ ഞാൻ ഇന്നും എൻ്റെ അച്ഛനിലും അമ്മയിലും ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എന്നെ ഇപ്രകാരം പറയുവാനായിക്കൊണ്ട് പ്രചോദിപ്പിക്കുന്നു. എല്ലാം ഞാനാകുന്നു എന്ന് എപ്പോഴും പറയുവാനായിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു. കൃഷ്ണനാകുന്നതും ഭഗവാൻ കൃഷ്ണനാകുന്നതും യേശു ക്രിസ്തു ആകുന്നതും മുഹമ്മദ് നബി ആകുന്നതും എല്ലാം ഞാൻ തന്നെ എന്ന് പറയുവാനായിക്കൊണ്ട് വീണ്ടും വീണ്ടും എന്നെ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചിന്തിക്കാം. എൻ്റെ ഉള്ളിലുള്ള ഈശ്വര സത്ത തന്നെയാണ് ഭഗവാൻ കൃഷ്ണനിലും ക്രിസ്തുദേവനിലും ദൈവതിരുമേനിയിലും ഉള്ളതെന്നറിയണം. എന്നിലുള്ളത് തന്നെയാണ് അവരുടെ ഉള്ളിലും അവരുടെ ഉള്ളിലുള്ളത് തന്നെയാണ് എൻ്റെ ഉള്ളിലും നിലകൊള്ളുന്നത് എന്നുള്ള വസ്തുത അറിഞ്ഞ് മുന്നോട്ട് പോകണം. അതാണ് ഏവർക്കും നല്ലത്. ഇങ്ങനെയൊരു വാക്ക് പറയുമ്പോൾ പറഞ്ഞ് അതിര് കടന്നല്ലോ എന്നുള്ളൊരു തോന്നൽ വേണ്ട. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയത് കൊണ്ട്, ഈ ഒരു തത്വം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വിവരങ്ങളും വിചാരങ്ങളും പങ്കുവെക്കുന്നത്. ഇങ്ങനെ ഒന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം ഒരവസ്ഥയിലൂടെ നമ്മൾ ഒരുമിച്ച് കേൾക്കുന്നത്, ആയതിലൂടെ ചിന്തിക്കുന്നത്. ഇങ്ങനെ എത്തുമ്പോൾ മാത്രമേ ഇപ്രകാരമുള്ള വാക്കുകളോ വിവരണങ്ങളോ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ കണ്ടെത്താത്തൊരു സന്ദർഭം എത്ര കാലം നിലനിൽക്കുമോ അപ്രകാരം നമ്മളിൽ അഹങ്കാരം എന്നുള്ളൊരു വിഷയം കുന്നുകൂടി കിടക്കും. ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരൻ, ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ, ഞാൻ പറയുന്നത് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നൊക്കെയുള്ള വാക്കുകളോട് കൂടി അഹങ്കാരഭാവം അങ്ങനെ ഉയർക്കൊള്ളും. സത്യം തിരിച്ചറിയുമ്പോൾ, എല്ലാം ഒന്നു തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് പരമാനന്ദം കൈവരുകയുള്ളൂ എന്നറിയണം. അവിടെ സത്യവും ധർമ്മവും അവിടെ നിലകൊള്ളുന്നു. ശാന്തിയും സമാധാനവും നിലകൊള്ളുന്നു. ശാന്തി നിലകൊള്ളുന്നു, സ്നേഹം നിലകൊള്ളുന്നു.
ഇപ്പം അതാണ്. എല്ലാവർക്കും മനസ്സിനും ശരീരത്തിനും ഗുണം ചെയ്യുന്ന വാക്കുകൾ തരുവാനായിക്കൊണ്ട് എന്നെയും അത് കേൾക്കുവാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കും നൽകിക്കൊണ്ട് പ്രപഞ്ചമായി നിലകൊള്ളുന്ന ഭഗവാനും പ്രകൃതിയായി നിലകൊള്ളുന്ന ഭഗവതിയും ആ നല്ലച്ഛനും നല്ലമ്മയും നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീണ്ടും പുതിയൊരു വിവരണങ്ങളുമായി കാണുന്നതുവരേക്കും പ്രണാമം, നമസ്കാരം.